ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ച അതീവ പ്രാധാന്യത്തോടെയാണ് ലോകരാഷ്ട്രീയം വിലയിരുത്തുന്നതും വീക്ഷിക്കുന്നതും. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ അമേരിക്കൻ സഖ്യവും ഇറാനും തമ്മിലുള്ള സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സന്ദർശനം ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. യഥാർത്ഥത്തിൽ ഇറാന്റെ ഈ യാത്ര അമേരിക്കയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്ന് മാത്രമല്ല, അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നുമുണ്ട്. കാരണം അമേരിക്കയുമായി ഏതെങ്കിലും നിലക്ക് നേരിട്ട് ചർച്ച ചെയ്യാൻ ഇതുവരെ ഇറാൻ സന്നദ്ധമായിട്ടില്ല. ഇസ്ലാമാബാദിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും ഇറാൻ ഉദ്യോഗസ്ഥരും ഒരേ ഹോട്ടലിൽ ഉണ്ടായിരുന്നിട്ടും പരസ്പരം മുഖം കാണുന്നതിൽ ഇറാൻ തയ്യാറായില്ല. ഇത് അമേരിക്കക്കുണ്ടാക്കിയ നാണക്കേട് ചെറുതൊന്നുമായിരുന്നില്ല. രണ്ടാമത്തേത്, അമേരിക്കൻ ഉദ്യോഗസ്ഥർ വീണ്ടും ഇസ്ലാമാബാദിൽ എത്താൻ കാത്തിരിക്കുന്ന സമയത്താണ് ഇറാൻ തങ്ങൾ ഇവിടെ എത്തിയത് നിങ്ങളുമായുള്ള ഒരു ചർച്ചക്കല്ല എന്ന് വ്യക്തമാക്കിയത്. ഇതും അമേരിക്കക്ക് വലിയ നാണക്കേടുണ്ടാക്കി, വലിയ തിരിച്ചടി അവർക്കുണ്ടാക്കി. ഇതേ സമയം തന്നെയാണ് മറ്റു പല ലോക നേതാക്കളെയും ഇറാൻ നേരിട്ട് പോയി കാണുന്നു, അവരുമായിട്ടൊക്കെ ഫോണിൽ സംസാരിക്കുന്നു, നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾക്കായി അബ്ബാസ് അറാച്ചിയും സംഘവുമെല്ലാം മോസ്കോയിൽ വന്നിറങ്ങുന്നത്. ഇത് കേവലം ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ മാത്രം ഒതുങ്ങുന്ന ചർച്ചക്കുള്ള കൂടിക്കാഴ്ചയല്ല എന്ന് നമുക്കറിയാം. മറിച്ച് ലോകക്രമം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അതിനിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ്. ലോകരാഷ്ട്രങ്ങൾ ഈ സന്ദർശനത്തെ നോക്കിക്കാണുന്ന പ്രധാന രീതികൾ ഇവയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വെറും സൗഹൃദത്തിനപ്പുറം ഒരു തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് ഈ കൂടിക്കാഴ്ച അടിവരയിടുന്നുണ്ട്. 2025 ജനുവരിയിൽ ഒപ്പുവെച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിന്റെ തുടർച്ചയായാണ് ഈ കൂടിക്കാഴ്ചയെ കാണുന്നത്. ഇറാനും റഷ്യയും അമേരിക്കൻ ഉപരോധം നേരിടുന്ന രാജ്യങ്ങളാണ്. ഇരുവർക്കും ഒരുപോലെ അതിജീവനം ആവശ്യമാണ്. അതിന് പുതിയ വഴികൾ തേടണം. അമേരിക്കൻ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ ആശങ്കയോടെ നോക്കിക്കാണുന്നുണ്ട്. മറ്റൊന്ന്, പശ്ചിമേഷ്യയിലെ ശക്തി സന്തുലനമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് റഷ്യയുടെ പിന്തുണ ഇറാൻ തേടുന്നത് മേഖലയിലെ ശക്തി സന്തുലനത്തെ ഇത് ബാധിക്കുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിന് വേണ്ടി ധീരമായും വീരോചിതമായും പോരാടുകയാണ് എന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ലഭിച്ച ഏറ്റവും വലിയ നയതന്ത്ര പിന്തുണയാണ്. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നതുമാണ്. മധ്യേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് റഷ്യ വ്യക്തമാക്കിയത് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കുവാനുള്ള നീക്കമായിട്ട് വിലയിരുത്തപ്പെടുത്തേണ്ടതുണ്ട്. അറബ് രാഷ്ട്രങ്ങളുമായി റഷ്യ, ചൈന തുടങ്ങിയ രാഷ്ട്രങ്ങൾ ആയുധ വാണിജ്യ ഇടപാടുകൾ കൂടുതൽ സജീവമാക്കിയാൽ ഈ ഉദ്ദേശം വളരെ എളുപ്പത്തിൽ തന്നെ റഷ്യയും ഇറാനും ചൈനയും ഉൾക്കൊള്ളുന്ന ചേരിക്ക് കൈവരിക്കാനും പൂർത്തീകരിക്കാനും കഴിയും. സന്ദർശനത്തിന് തൊട്ടു മുൻപ് ഹോർമസ് കടലിടുക്ക് ഇറാൻ അടച്ചത് ആഗോള ഊർജ വിപണിയെ ഉലച്ചിരുന്നു. ഈ വിഷയത്തിൽ റഷ്യയുടെ നിലപാട് ഏറെ നിർണായകമാണ്. റഷ്യയുടെ പിന്തുണയോടെ ഇറാൻ ഇത്തരം കടുത്ത നിലപാടുകൾ തുടരുന്നത് ആഗോള ഇന്ധന വില വർധനവിനും സാമ്പത്തിക അസ്ഥിരതക്കും കാരണമാകുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ഭയപ്പെടുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ ഇറാൻ നിർമ്മിത ഡ്രോണുകളും മിസൈലുകളും റഷ്യ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അറാച്ചിയുടെ ഈ സന്ദർശനം സൈനിക സഹകരണം കൂടുതൽ ശക്തമാക്കുവാനുള്ള നീക്കമാണെന്ന് ഉക്രൈനും നാറ്റോ സഖ്യവും കരുതുന്നുമുണ്ട്. 2026 ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിന് ശേഷം റഷ്യയുമായി ഇറാൻ കൂടുതൽ അടുക്കുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് തിരിച്ചടിയാണ് എന്ന് അമേരിക്ക കരുതുന്നു. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ പുടിനുമായുള്ള ഈ കൂടിക്കാഴ്ച ഇറാന്റെ നയതന്ത്ര വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കും എന്നതാണ് ഈ സന്ദർശനം കൊണ്ട് ഇറാൻ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മെച്ചം. അതോടൊപ്പം തന്നെ റഷ്യക്കും ഇതിൽ കൃത്യമായ ലക്ഷ്യവും താല്പര്യവും ഒക്കെയുണ്ട്. പുടിന്റെ മധ്യസ്ഥ ശ്രമമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മധ്യപൂർവേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാണ് എന്ന് പുടിൻ ഈ സന്ദർശനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നടക്കാനിരുന്ന അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറുന്ന സാഹചര്യത്തിലാണ് റഷ്യ ഈ നയതന്ത്ര അവസരം ഇവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇറാനുമായി അടുത്ത ബന്ധം ഉപയോഗിച്ച് അമേരിക്കയുമായി വിലപേശാനും അതുവഴി ഉക്രൈൻ വിഷയത്തിൽ തങ്ങൾക്ക് അനുകൂലമായ വിട്ടുവീഴ്ചകൾ നേടിയെടുക്കാനുമാണ് റഷ്യ ശ്രമിക്കുന്നതെന്ന് ഭൂരിഭാഗം നിരീക്ഷകരും കരുതുകയാണ്. റഷ്യ ഒരു വശത്ത് സമാധാന മധ്യസ്ഥനായി നിലകൊള്ളുമ്പോഴും മറുവശത്ത് ഇറാനു വേണ്ടി അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും വിമാനങ്ങളെയും കുറിച്ചുള്ള തന്ത്രപ്രധാനമായ
വിവരങ്ങൾ അഥവാ ടാർഗറ്റിംഗ് ഇൻഫർമേഷനുകൾ കൈമാറുന്നുണ്ട് എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തെ തികഞ്ഞ സംശയത്തോടെയാണ് അമേരിക്കയും സഖ്യകക്ഷികളുമെല്ലാം നോക്കിക്കാണുന്നത്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയായ ഹോർമസ് കടലിടുക്കിലെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാൻ പുതിയൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാനിയൻ യുദ്ധ തുറമുഖങ്ങൾക്കെതിരെയുള്ള അമേരിക്കൻ നാവിക ഉപരോധം പിൻവലിച്ചാൽ കടലിടുക്ക് തുറന്നു കൊടുക്കാം എന്നാണ് ഇറാന്റെ ആ നിലപാട്. ഈ വിഷയത്തിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരെ US-ൽ തങ്ങളെ പിന്തുണച്ച റഷ്യയുടെ സഹായം കൂടുതൽ ശക്തമാക്കുക എന്നത് ഇറാന്റെ പ്രധാന മറ്റ് ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ചുരുക്കത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാൻ ശക്തരായ സുഹൃത്തുക്കളെ കൂട്ടുപിടിക്കുന്നതിൻ്റെയും ആഗോളതലത്തിൽ അമേരിക്കക്ക് പകരക്കാരനായി തങ്ങളുടെ നയതന്ത്ര സ്വാധീനം വർദ്ധിപ്പിക്കാൻ റഷ്യ നടത്തുന്ന ശ്രമങ്ങളുടെയും വ്യക്തമായ സൂചനയാണ് ലോകരാഷ്ട്രീയം ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയെ വെറുമൊരു കൂടിക്കാഴ്ചയായി മാത്രം വിലയിരുത്താനാകില്ല. പകരം തന്ത്രപരമായ നീക്കങ്ങൾ വരും ഭാവിയിൽ നടക്കാനിരിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ്. waytonikah.com, the exclusive Muslim matrimonial site.